പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും അനുസരിച്ച് നാം ജീവിതം നയിക്കണം. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ അടിസ്ഥാന വിളിയെക്കുറിച്ചുള്ള ബോധ്യവും വിശ്വാസവും നഷ്ടപ്പെടുമ്പോഴാണ് നാം തെറ്റുകളിലേക്കും പ്രലോഭനങ്ങളിലേക്കും വീണുപോകുന്നത്. അതിനാൽ നമ്മുടെ ഇപ്പോഴുള്ള ജീവിതത്തെ നോക്കി നാം സ്വയം ചോദിക്കണം, ഞാൻ ഇതിനു വേണ്ടിയാണോ വിളിക്കപ്പെട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ എൻ്റെ ജീവിതം ദൈവഹിതപ്രകാരമാണോ എന്ന്. സഹിക്കുവാനും മറക്കുവാനും പൊറുക്കുവാനും പൊരുത്തപ്പെടുവാനും ത്യജിക്കുവാനും നാം തയ്യാറാകണം. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷ പ്രാപിക്കുന്നത്. ജീവൻ്റെ കിരീടവും സ്വന്തമാക്കാൻ നമുക്ക് കഴിയുന്നത് അപ്പോൾ മാത്രമാണ്. നാം നമ്മുടെ വിളിയിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കരുതലും പരിപാലനയും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. കാരണം നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവിടുത്തെ വിശ്വസ്തതയിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഉറച്ചു നിന്ന് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നാം ചെയ്യേണ്ടത്. 1 പത്രോസ് 1:15 തിരുവചനം പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എല്ലാ പ്രവർത്തനങ്ങളിലും പരിശുദ്ധരായിരിക്കുവിൻ എന്ന്. അപ്പം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം അസൂയയോടെയാണ് അഭിലഷിക്കുന്നത്. അതിനാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നമ്മിൽ പാകിയിരിക്കുന്നതും നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെയാണ് നാം സ്വീകരിക്കേണ്ടത്. നാം വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ വചനമനുസരിച്ച് ജീവിക്കുന്നവരായി മാറണം. അങ്ങനെ വരുമ്പോഴാണ് വിശുദ്ധിയിലേക്ക് നമുക്ക് വളരുവാൻ കഴിയുന്നത്. തിന്മകളും പാപസാഹചര്യങ്ങളും ഉപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ നന്മകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.